ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയ തേർഡ് പാർട്ടി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമോ, അഥവാ ആ ഒരു വ്യക്തി ഇനി തിരിച്ചു വന്നാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ പെരുമാറ്റം എന്നുള്ളൊരു കണ്ടെത്തലാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന്. സണ്ണ്, ടെൻ ഓഫ് വൺസ്, ഫോർ ഓഫ് സോട്സ്, ടു ഓഫ് സോട്സ്, മജീഷ്യൻ, കിങ് ഓഫ് കപ്സ്, എയ്റ്റ് ഓഫ് വൺസ്, സിക്സ് ഓഫ് പെൻറ്റക്കിൾസ്. ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ ആദ്യം സൺ കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു തേർഡ് പാർട്ടി വീണ്ടും തിരിച്ചു വന്നാലും മുൻപത്തേത് പോലുള്ള ഒരു പവർ ഇല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, നിങ്ങൾ ഒരുപാട് മാറിപ്പോയതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് മുൻപുണ്ടായിരുന്ന പോലത്തെ ഒരു വ്യക്തിയല്ല ഈ ഒരു സമയത്ത് നിങ്ങളെന്നിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു വ്യക്തികളെയും കണ്ണടച്ച് വിശ്വസിക്കില്ല എന്നുള്ളൊരു എനർജിയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി തേർഡ് പാർട്ടി എനർജി വീണ്ടും തിരിച്ചു വന്നാലും നിങ്ങൾക്ക് അത് അറിയുവാൻ കഴിയുമെന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, ഇവിടെ ഇവിടെ നിങ്ങളുടെ വ്യക്തി കാര്യങ്ങളെല്ലാം ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയി കാണുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഈ ഒരു വ്യക്തി ഇവർ തിരിച്ചറിയുന്നുണ്ട്. അതായത് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം ക്ലിയർ അല്ലായിരുന്നുവെന്നും അതുപോലെ തന്നെ ആ ഒരു ബന്ധത്തിൽ പോയാൽ തനിക്ക് വീണ്ടും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഈ ഒരു വ്യക്തി തിരിച്ചറിയുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതാണ് നമുക്കിവിടെ ഈ ഒരു ടെൻ ഓഫ് വൺസ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ അത് ഇവിടെ തേർഡ് പാർട്ടിയിലേക്ക് തിരിച്ചു പോകുന്നത് അവരുടെ ജീവിതത്തിൻ്റെ, അതായത് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ലൈറ്റും കൊണ്ടുവരില്ല എന്ന് ഈ ഒരു വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. ഡാർക്ക് മാത്രം ആകുമെന്നും ഈ ഒരു വ്യക്തി വിശ്വസിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി വീണ്ടും ഒരു അവസാന അറ്റംപ്റ്റ് എന്ന പോലെ വീണ്ടും തിരിച്ചു വരുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, തേർഡ് പാർട്ടിയും നിങ്ങളുടെ ആ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു പഴയ ബന്ധം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഭാരമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് കാണിക്കുന്നുണ്ട്, പ്രഷർ കാണിക്കുന്നുണ്ട്, ഇമോഷണൽ ലോഡൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള സന്തോഷവും ഇവർക്ക് അവിടെ നിന്നും ലഭിച്ചില്ല എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയിലേക്ക് വീണ്ടും തിരികെ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെയധികം ഒരു ലോഡാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ അവർക്കത് ചുവന്നു കൊണ്ട് നടക്കുവാനുള്ള ശക്തിയില്ല എന്നും നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, മുൻപത്തേത് പോലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റോ അറ്റാച്ച്മെൻറ്റോ ഒന്നും ഈ ഒരു തേർഡ് പാർട്ടിയോട് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്കില്ല എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ തേർഡ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് സൈലൻ്റ് ആണെന്നാണ് കാണിക്കുന്നത്. അവർ നിശബ്ദമായി ഈ ഒരു വ്യക്തിയെ, നിങ്ങളുടെ പേഴ്സണെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ആ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ സങ്കല്പിക്കുന്നത് വീണ്ടും നിങ്ങളുടെ വ്യക്തി അവരുടെ ജീവിതത്തിലോട്ട് തന്നെ തിരിച്ചു വരും, കാത്തിരിക്കുന്നതിൽ ഒരു അർത്ഥമുണ്ട് എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ അവർ ചിന്തിച്ച് ഇരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഈ ഒരു തേർഡ് പാർട്ടി പെട്ടെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അരികിലേക്ക് വീണ്ടും വരണം, അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും തരത്തിലൊരു സംസാരം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ചെറിയൊരു ഭയം ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിൽ ആ ഒരു വ്യക്തി ഇരിക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, എന്തായാലും മജീഷ്യൻ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി വീണ്ടും നല്ല രീതിയിൽ തന്നെ ട്രൈ ചെയ്യുമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ അതൊരു കോളിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് പെട്ടെന്നുള്ളൊരു മെസ്സേജിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇമോഷണൽ മാനിപ്പുലേഷനൊക്കെ ആയിരിക്കാം. അതൊക്കെ കാണിച്ച് ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുവാനായിട്ട്
ശ്രമിക്കുമെന്നാണ് നമുക്കിവിടെ ഈ ഒരു മജീഷ്യൻ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇവിടെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു തിരിച്ചുവരവല്ല ഈ ഒരു തേർഡ് പാർട്ടി നടത്തുന്നത്. അവർ പ്ലാൻ ചെയ്ത് വരുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആളിന് ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ആൾ ഈ ഒരു സമയത്ത് വളരെയധികം ഇമോഷണൽ മെച്യൂരിറ്റി ഒക്കെ കൈവരിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പെട്ടെന്നൊന്നും ഈ ഒരു വ്യക്തിയെ ആർക്കും തന്നെ വീഴ്ത്തുവാനായിട്ട് കഴിയില്ല എന്നാണ് കാണിക്കുന്നത്. ആള് ഒരുപാട് പഠിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ജീവിതത്തിൽ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഈ ഒരു പേഴ്സണ് ലഭിച്ചതായിട്ടാണ് കാണിക്കുന്നത്. അതിലൂടെയൊക്കെ ആള് ഒത്തിരി പഠിച്ച ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ഇനി എന്തൊക്കെ ചെയ്താലും ഇവർ വീഴാത്തൊരു എനർജി തന്നെയാണ് വീണ്ടും നമുക്ക് കാർഡുകൾ പറഞ്ഞു തരുന്നത്. അതായത് പഴയതുപോലെ ഈ ഒരു വ്യക്തി വളരെ എളുപ്പത്തിൽ ആകർഷിക്കപ്പെടില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. അതുപോലെ ഇവിടെ 8 ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു തേർഡ് പാർട്ടി ഇവിടെ വളരെ പെട്ടെന്ന് ഈ ഒരു വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് ട്രൈ ചെയ്യും. പക്ഷേ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സമാധാനപൂർണമായ ജീവിതം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി ഇപ്പോൾ ബാലൻസ്ഡ് ലൈഫ് ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹെൽത്തി കണക്ഷനാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. മറ്റു ഒരു കാര്യത്തിനും ഈ ഒരു വ്യക്തിക്ക് താല്പര്യമില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി വീണ്ടും ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നാലും ഈ ഒരു വ്യക്തി പഴയതുപോലെ പോകില്ല എന്നാണ് യൂണിവേഴ്സ് ഈ ഒരു റീഡിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരുപാട് മാറ്റത്തിലൂടെ കടന്നു പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ഇനി എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും ആ ഒരു ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു പോകും എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവിടെ ഒരു പവർഫുൾ കർമ്മ സൈക്കിൾ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടും കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ദൈവത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനും ഉണ്ടെന്നും നമുക്കിവിടെ കാർഡുകൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്